വീണ്ടും നമുക്കൊപ്പം വാർഡ് മെമ്പർ ഉല്ലാസ് ചേരുകയാണ്. ഉല്ലാസ്, ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാമോ ശ്രീ ഉല്ലാസ്, കേൾക്കാമോ? എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കഴിഞ്ഞോ? ഇത് ഒരു ഫോറസ്റ്റിനോട് ചേർന്നുള്ള വീട്ടിലെ ഒരു പയ്യനാണിത്. ഒരു 23 വയസ്സുള്ള ഒരു ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ഒരു നിർധന കുടുംബത്തിലെ ഒരു പയ്യനാണിത്. അപ്പൊ അദ്ദേഹത്തിന്റെ പശുവിനെ നോക്കി കൂപ്പിലേക്ക് വീടിന്റെ സമീപം ഫോറസ്റ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവിടെ തമ്പടിച്ചിരുന്ന ആന ആക്രമിച്ചാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. മരണം സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ കാട്ടാന ശല്യമുള്ള ഇടം തന്നെയാണ് അല്ലേ? അല്ല, 40 വർഷക്കാലമായിട്ട് ഇല്ലായിരുന്നു. ഇപ്പൊ ഏകദേശം 2 വർഷക്കാലമായിട്ട് ജനവാസ മേഖലയിലേക്ക് നിരന്തരം കാട്ടാന ശല്യമുണ്ട്, കാട്ടാന വരുന്നുണ്ട്. പക്ഷെ ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണ് അവിടെ? ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണ്. ഈ ഒരു കൂട്ടുകാരൻ കൂടി ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇല്ലേ? ഉണ്ടായിരുന്നു. അയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ എന്താണ് അറിയുന്നത്? ചെറിയ പരിക്കുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാൻ ചെറിയ പരിക്കുകൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വന്നതിന് ശേഷമാണ് അതറിഞ്ഞത്. അപ്പോൾ അമറിനെ മാത്രമാണ് കാട്ടാനെ ആക്രമിച്ചത് അല്ലേ? അമറിനെ മാത്രമാണ് കാട്ടാന ആക്രമിച്ച് ഈ രീതിക്കുള്ള ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മറ്റേയാള് അത് നടക്കുമ്പോ തന്നെ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഓടി രക്ഷപ്പെട്ടതായിരിക്കാം. പുള്ളിയെ ഞാൻ കണ്ടില്ല. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. വലിയ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാനയുടെ സാന്നിധ്യം ആ ഇടത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിരന്തരമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിരുന്നോ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പൊ ഞാൻ ഉള്ളത് മോർച്ചറിക്ക് മുന്നിലാണ്. കാരിക്കോട് ഹോസ്പിറ്റലിൽ മോർച്ചറിക്ക് മുന്നിലാണുള്ള. ബോഡിയുടെ കൂടെ തന്നെ കൂടി പോരുകയോ ചെയ്തേ. ഇപ്പോൾ ബോഡി എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? മോർച്ചറിയില്, കാരിക്കോട് ഗവൺമെന്റ് ആശുപത്രിയുടെ മോർച്ചറിയിലാണ് ബോഡി സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അല്ലേ? ഇപ്പൊ ഇത്ര സമയം കഴിഞ്ഞുകൊണ്ട് ഇൻക്വസ്റ്റ് വേറാക്കി നാളത്തേക്കായിരിക്കും നടക്കുകയുള്ളൂമായിരിക്കും. അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ ഒരു നിർധന കുടുംബത്തിലെ അത്താണിയായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ചെറിയ തൊഴിലൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു നിർധന കുടുംബത്തിലെ ഒരു പയ്യനായിരുന്നു. അവരുടെ മുഴുവൻ പ്രതീക്ഷയാണ്. വീട്ടുകാർ ഈ വാർത്ത എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നോ താങ്കൾക്ക്? ആരോട്? ഇല്ല, നമ്മൾ ഇവര് അറിഞ്ഞപ്പോ തന്നെ ഈ ഇത് ആക്കട കൂടെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോരുകയാണ്. നാട്ടുകാരൊക്കെ ഭീതിയിലായിരിക്കും അല്ലേ? എല്ലാരും ഉണ്ട്. അത് തന്നെ, ഈ കാട്ടാനയുടെ സാന്നിധ്യം നാട്ടുകാരെയൊക്കെ ഭീതിയിലാഴ്ത്തിയിരിക്കുമല്ലോ. എന്തോ? ഈ കാട്ടാനയുടെ സാന്നിധ്യവും ഈ വാർത്തയും ഒക്കെ നാട്ടുകാരെ വലിയ ഭീതിയിലാക്കിയിരിക്കുമല്ലോ. വളരെ ഭീതിയിലാക്കിയിരിക്കുവാണ്. കാരണം പുറം ലോകമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഈ കൂപ്പിന്റെ നടുവിലൂടെ 2 റോഡുകൾ മാത്രമാണ് മുള്ളിനാട്ടുകാർക്കുള്ളത്. ഇത് വനത്തിന്റെ ഭാഗത്തല്ല ഈ ഇതുണ്ടായതല്ലേ? സംഭവം നടന്നത് വനത്തിന്റെ വനത്തിന്റെ സൈഡിൽ വെച്ച വനത്തിലാണ്. വനത്തിനുള്ളിലാണോ? വനത്തിന്റെ ഉള്ളിൽ വെച്ചാണ്. പശുവിനെ നോക്കി കാണാത്ത പശുവിനെ അന്വേഷിച്ച് പോയതായിരുന്നു. കാണാത്ത പശുവിനെ അന്വേഷിച്ച് വനത്തിനുള്ളിൽ കയറുമ്പോഴാണ് അപകടം ഉണ്ടായത് അല്ലേ? വനത്തിന്റെ വീട് വനത്തോട് ചേർന്നുള്ള വീടാണ്. വനത്തോട് ചേർന്നാണ് ഈ പയ്യന്റെ വീട്. ഇപ്പോ ഈ ഫെൻസിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫെൻസിംഗ് ഉള്ള സ്ഥലമാണോ അവിടങ്ങളിൽ പ്രദേശം? ഈ മേഖല ഫെൻസിംഗ് അല്ല. അവിടെ മുള്ളരിങ്ങാട് മേഖല ഫുൾ ഫെൻസിംഗ് ആണെങ്കിൽ ഏകദേശം 13 കിലോമീറ്റർ ചെയ്യണം. ഇത് റോഡിന്റെ സൈഡ് ഒരു 3-3.5 കിലോമീറ്റർ മാത്രമാണ് ഫെൻസിംഗ് പൂർത്തിയായിട്ടുള്ളൂ. ഈ പ്രദേശങ്ങളിൽ ഇല്ല. നാട്ടുകാർ ആ ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നോ? ആവശ്യങ്ങൾ ഉന്നയിച്ചു വരികയായിരുന്നു. അപ്പോ ശരി, വളരെ നന്ദി ശ്രീ ഉല്ലാസ്, ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. വാർഡ് മെമ്പറാണ് അദ്ദേഹം. മൃതദേഹം ഉള്ളിടത്താണ് ഉള്ളത്. ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഒരു നിർധന കുടുംബത്തിലെ അംഗമാണ്. ആ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ചെറിയ ജോലികളൊക്കെ ചെയ്ത് ആ കുടുംബത്തിനെ താങ്ങി നിർത്തുന്ന ഒരു യുവാവാണ്. ആ യുവാവിന്റെ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പശുവിനെ വളർത്തി ഉപജീവനം നടത്തുന്ന ഒരു കുടുംബമായിരുന്നു. പശുവിനെ കാണാതെ വനത്തിന്റെ ഭാഗത്തേക്ക് അതിനെ തേടിയെത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. കാട്ടാനയുടെ സാന്നിധ്യം പലപ്പോഴായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 40 വർഷത്തിൽ, ഈ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് അവർക്ക് ഈ തരത്തിൽ
ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കാട്ടാനയുടെ സാന്നിധ്യവും അതിന്റെ ഭയപ്പാടുമൊക്കെ ഉണ്ടാകുന്നതെന്നാണ് വാർഡ് മെമ്പർ സൂചിപ്പിച്ചത്. ഇത്തരമൊരു ദാരുണ സംഭവം ഇത് ആദ്യമായിട്ടാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്തായാലും ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും കാട്ടാന സാന്നിധ്യവും ആക്രമണവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അത് തൊടുപുഴയുടെ ഭാഗത്തേക്ക് കൂടി എത്തുന്നു എന്നുള്ളത് കൂടുതൽ ആളുകളെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക.